എല്ലാവർക്കും നമസ്കാരം. 7th ജാനുവരി നിഫ്റ്റി പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടല്ല, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പോൾ നമുക്കറിയാം സ്പോട്ട് ചാർട്ടിൽ ഡെറിവേറ്റീവ് വോളിയമാണ് ഉള്ളത്. നമുക്കിതിൻ്റെ സിന്തറ്റിക് വോളിയം എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ ചാർട്ടിൽ ഈ അനാലിസിസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 95 പോയിൻറ്റ്സോളം കൂടുതലാണ് ആ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിൽ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ലെവൽസ് എല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ സ്പോട്ട് ചാർട്ടായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 100 പോയിൻറ്റ് മേളിലായിരിക്കും ഈ പറയുന്ന പോയിൻ്റ് എല്ലാം. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക. നമുക്ക് കഴിഞ്ഞ 2 ദിവസത്തെ വോളിയം പ്രൊഫൈലിൻ്റെ ടൈപ്പ് ഒന്ന് അനലൈസ് നോക്കാം. അതായത് 5-ാം തീയതി 6-ാം തീയതിയിൽ ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും അത് രണ്ടും ഒരു ബി ഷേപ്ഡ് വോളിയം പ്രൊഫൈൽ സ്ട്രക്ചറാണ്. ഈ ബി ഷേപ്ഡ് വോളിയം പ്രൊഫൈൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ 2 ദിവസവും മാർക്കറ്റ് ശക്തമായിട്ട് വീഴുകയായിരുന്നു. ആദ്യത്തെ സെഷനിൽ അവസാനം ആകുമ്പോഴത്തേക്കും ഒരു അക്യുമുലേഷൻ നടന്ന് മാർക്കറ്റ് അവിടെ നിന്ന് സ്റ്റേബിൾ ആവുമായിരുന്നു. ഈ സെയിം ട്രെൻഡാണ് 5-ാം തീയതി 6-ാം തീയതി സംഭവിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൊഫൈൽ, അതായത് 7-ാം തീയതിയിലെ വോളിയം പ്രൊഫൈൽ എന്താണെന്ന് നോക്കിയാൽ അതൊരു ക്യാപിറ്റൽ ലെറ്റർ ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. അതായത് നമ്മൾ സാധാരണ ഒരു വലിയ ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ബാലൻസ്ഡ് ഫോർമേഷൻ വരുമ്പോഴാണ് ഈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഇത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശ്വാസം നൽകുന്ന ഒന്നാണ്. അതായത് ആ ഡൗൺ ട്രെൻഡിന് ചെറുതായിട്ടൊരു ശമനം കിട്ടി എന്നാണ് അർത്ഥം. പിന്നെ ഈ ഡി പ്രൊഫൈലിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡി പ്രൊഫൈൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് ഡേ ആണ്. അതിപ്പം മുകളിലോട്ട് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ദിവസത്തെ ലെവൽസും പിന്നെ അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ അനാലിസിസൊക്കെ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡി ഷേപ്ഡ് വോളിയം പ്രൊഫൈലാണെന്ന്. അപ്പം ഈ ഡി ഷേപ്പ്, അതായത് ആ ടേപ്പറിങ് വന്ന ആ ഭാഗത്തെ ടോപ്പും ബോട്ടമാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ലെവൽസാണ് 26,247, 26,205. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഒരു നിഫ്റ്റി ഫ്യൂച്ചറിലെ ലെവൽസാണ്. സ്പോട്ടിൽ ഈ ലെവലുമായിട്ട് ഓൾമോസ്റ്റ് 100 പോയിൻറ്റിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അത് കണക്കാക്കുക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ ആണ്. ആ പോയിൻ്റ് വരുന്നത് 26,284 ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പം ഈ 3 ലെവൽസാണ് ഇന്നത്തെ വോളിയം പ്രൊഫൈൽ പ്രകാരം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. പിന്നെ ആ ക്ലോസിങ്ങിൻ്റെ സമയത്ത് ഓർഡർ ഫ്ലോ അനാലിസിസ് നോക്കിയപ്പം സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു മൈനർ ഗ്യാപ്പ് അപ്പോ ഇനിയിപ്പം വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ തോന്നൽ മാത്രമാണ്, ശരിയാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 26,247 എന്ന് പറഞ്ഞ ഈ ഏരിയ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആക്ട് ചെയ്യും. അത് മാർക്കറ്റിനെ ഫെർദർ ഡൗൺഫോളിൽ നിന്ന് രക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പം മാർക്കറ്റ് നാളെ ഇവിടുന്ന് താഴെ വീഴില്ല എന്നല്ല പറയുന്നത്, നമുക്കൊരു ടെമ്പററി സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചാണ് ഈ 26,247 എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പ്രൊഫൈലിൽ കാണുന്ന ഈ VPOC ഉണ്ടല്ലോ, അതായത് ഈ റെഡ് ലൈൻ, അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു ലോങ് നോക്കാവുന്നതാണ് ഇൻ കേസ് ഓഫ് എ മൈനർ ഗ്യാപ്പ് അപ്പ് ഓർ എ ഫ്ലാറ്റ് ഓപ്പണിങ്. ഇനി ഇതുപോലെ എന്നല്ല, മാർക്കറ്റ് നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ആണ് തരുന്നതെങ്കിൽ, അതുമാത്രമല്ല ഈ ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുന്നത് ഈ VPOCയുടെ താഴെയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ നേരെ തിരിച്ചു വരും. അതായത് ഈ VPOCയും ഈ പറയുന്ന 26,247 ഈ 2 ലെവലും നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ റിവേഴ്സ് ട്രേഡാണ് നോക്കേണ്ടത്. അതായത് നമ്മൾ ആ VPOCയുടെ അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് ചെയ്യുക, എന്നിട്ട് 26,247 മേളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നമ്മളിപ്പോൾ ഇന്നത്തെ ലെവൽസ് മാർക്ക് ചെയ്ത പോലെ ഞാൻ ഇതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലെയും ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും ഗാമ എക്സ്പോഷറും ഉള്ള അനാലിസിസിലേക്ക് പോകാം. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 26,140. ഇത് സ്പോട്ടിലെ വാല്യൂ ആണ്, ഇത് ഫ്യൂച്ചറിലെ വാല്യൂ അല്ല. അപ്പോൾ കൺഫ്യൂസ് ആവണ്ട. അപ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്
സ്പോട്ടിൻ്റെ വാല്യൂ ആണ്. നമ്മളിപ്പോൾ 26,140 ക്ലോസ് ചെയ്തെങ്കിലും നമുക്കൊരു കോൾ വോൾ എന്ന് പറയാനുള്ളത് 26,200 അവിടെയാണ് 11 മില്യൺ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിൽ 4.8 മില്യൺ ന്യൂ കോൾ റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. നമുക്കിപ്പം തൊട്ടടുത്ത് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,150 പക്ഷേ അവിടെ 26,200 അത്ര കോൾ റൈറ്റേഴ്സിനെ കാണുന്നില്ല. പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 26,100 അവിടെ 7.3 മില്യൺ OI ഉണ്ട്. പുതുതായിട്ട് 3.9 മില്യൺ പുട്ട് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് കാണാനുള്ളത്. ഇനി നമുക്ക് ഗാമ എക്സ്പോഷ്യറിൻ്റെ അനാലിസിലോട്ട് വരാം. അപ്പം ഇതാണ് ടോട്ടൽ ഗാമ എക്സ്പോഷ്യറിൻ്റെ ഒരു ചാർട്ട്. അപ്പോൾ നമുക്കിനി അതിലെ വാല്യൂസ് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടറിയാം ലോങ് ഗാമ തുടങ്ങുന്നത് 26,150 നിന്നാണ്. അപ്പം അത് 26,150 ഗാമ റിലേറ്റീവ്ലി കുറച്ച് വീക്കാണ്. പിന്നെ ഡീലേഴ്സ് ഷോർട്ട് ഗാമ ആയി തുടങ്ങുന്നത് 26,100 അപ്പോൾ ഈ 26,100ൻ്റെയും 26,150 ഇടയിലാണ് ഈ ഗാമ ഫ്ലിപ്പ് പോയിൻ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. 26,150 ഗാമ ലോങ് ഗാമ വീക്ക് ആയതിനാൽ തന്നെ ഇപ്പം നാളെ ഒരു ചെറിയൊരു മൈനർ ഗ്യാപ്പ് അപ്പ് വന്നാലും നമുക്ക് കാര്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് ഡീലേഴ്സ് കാരണമുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ 26,150 OIയും വളരെ കുറവായിരുന്നു. അപ്പം ചെറിയൊരു ഷോർട്ട് കവറിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 26,150 എന്നുള്ള ഈ റെസിസ്റ്റൻസ് പോവാൻ അധികം നേരമില്ല. അപ്പോൾ നമുക്ക് 26,150 മേളിൽ മാർക്കറ്റ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 26,200 വരയ്ക്കും കാര്യമായിട്ട് റെസിസ്റ്റൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല മാർക്കറ്റിന്. പക്ഷേ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ 26,150 എന്നുള്ളത് കൂടുതൽ കോൾ റൈറ്റേഴ്സ് വന്നിട്ട് അത് കൂടുതൽ ശക്തി പ്രാപിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഏരിയാസിലൊക്കെയാണ് നാളെ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. പിന്നെ മാർക്കറ്റ് ഡൈനാമിക്കാണ്. അപ്പം മാർക്കറ്റിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന് ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രേഡ്സ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ അനാലിസിസ് ഒരു സപ്ലിമെൻ്ററി ആയിട്ട് മാത്രം എടുക്കുക. നിങ്ങളെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഈ പ്ലാനുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.